ദൈവതിരുനാമം മാത്തപ്പെടുമാറാകട്ടെ. തന്റെ വിധിയെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും കുറ്റമൊന്നും ചെയ്യാത്ത ക്രിസ്തു കുറ്റക്കാരനായി മാറുകയാണിപ്പോൾ. മനുഷ്യ മനസ്സിന് ഊഹിക്കാൻ കഴിയുന്നതിലും വലിയ വേദനയുടെ നിമിഷങ്ങൾ. പീലാത്തോസ് ക്രിസ്തുവിൽ കുറ്റമൊന്നും കാണാതിരുന്നിട്ട് ജനങ്ങളുടെ ആഗ്രഹം കാരണം അവൻ ദൈവത്തെ അന്യായമായ മരണത്തിന് വിധിക്കുന്നു. സ്നേഹിതന്മാർ ആരുമില്ല, കൂടെ നടന്ന ശിഷ്യന്മാർ ഓടി ഒളിച്ചു. മരണഭയം അവരിലും ഉണ്ടായിരുന്നു എന്ന് പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ പോലെ കുറ്റം ഏറ്റെടുക്കേണ്ടി വന്ന അവസരങ്ങൾ ഉണ്ടാകാം. മരണം പോലെ അപമാനം കൂടെ കൂടെ വന്നിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകാം. എങ്കിലും ഒന്നോർക്കുക, നമ്മുടെ വേദനകളും സഹനങ്ങളും ഒന്നുമല്ല ക്രിസ്തുവിന്റെ വേദനകളോട് ചേർത്ത് വെക്കുമ്പോൾ. നമുക്കും ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ സഹനങ്ങളെ സന്തോഷത്തോട് സ്വീകരിക്കാൻ കഴിയണം. ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ നമ്മെ അതിന് യോഗ്യരാക്കട്ടെ. മരണം പോലെ വേദനിക്കപ്പെടുമ്പോഴും എല്ലാ നൊമ്പരങ്ങളും കുരിശിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. ദൈവം കൂടെ ഉണ്ടാകട്ടെ.